ആൻഡ് വെൽക്കം ബാക്ക് ടു കാറ്റലിസ്റ്റ് എഡ്യൂക്കേഷൻ. സോ നമ്മളിപ്പോൾ നമ്മുടെ ഒരു എക്സാം സീരീസിലൂടെയാണല്ലേ മക്കളെ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. നമ്മുടെ ക്രിസ്മസ് എക്സാം സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ആൻഡ് നമ്മുടെ എക്കണോമിക്സിന്റെ എക്സാം ആണല്ലേ വരാൻ വേണ്ടി പോണത്. സോ അതുമായി ബന്ധപ്പെട്ടിട്ട് ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു വീഡിയോ ആയിട്ടാണ് നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത്. എല്ലാത്തിലും ഒന്ന് ഡിഫറെൻ്റ് ആയിട്ട് എപ്പോഴും നമ്മൾ ഒരുപാട് വലിയ ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്യാറുള്ളത്. നമ്മൾ എസ്സേ ക്വസ്റ്റ്യൻസോ അല്ലെങ്കിൽ ഷോർട്ട് എസ്സേ ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യലും. സോ ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് MCQs ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, നമുക്കറിയാം നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പറിന്റെ ആദ്യത്തെ ഒരു പാർട്ട് എന്ന് പറയുന്നത് MCQ ആണ് അല്ലേ. നമുക്ക് 12 MCQs തരും, അതിൽ 10 എണ്ണാണ് നമ്മൾ എഴുതേണ്ടത്. സോ നമ്മൾ MCQല് നമ്മൾ 10 മാർക്ക് വാങ്ങാൻ വേണ്ടി പറ്റിക്കണേ എന്നുണ്ടെങ്കിൽ വളരെ വലിയൊരു കാര്യമല്ല അത്. ബിക്കോസ് 10 മാർക്ക് നമ്മൾ അവിടെ ഉറപ്പായി. ഒന്നും നമ്മൾ ഒരുപാട് ആലോചിച്ച് എഴുതേണ്ട ആവശ്യമില്ല. ജസ്റ്റ് 4 ഓപ്ഷൻസിൽ നിന്നും കറക്റ്റ് ആയിട്ടുള്ള ഓപ്ഷൻ മാത്രം നമ്മൾ ചൂസ് ചെയ്താൽ മതി. സോ നമ്മൾ ഇന്ന് കുറച്ച് ടോപ്പ് MCQs ആണ് ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോണത്. എല്ലാവർക്കും നല്ലൊരു ഹെൽപ്ഫുൾ ആയിട്ടുള്ള വീഡിയോ ആയിരിക്കും. സോ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. അപ്പൊ നമ്മുടെ ഫസ്റ്റത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ഒരു ക്വസ്റ്റ്യനെയർ അതിന്റെ പ്രീ ടെസ്റ്റ് ചെയ്യാണ്. നമ്മൾ കുറച്ച് ക്വസ്റ്റ്യനെയർ ഉണ്ടാക്കിയിട്ടുണ്ട്, അതിന് നമ്മൾ പ്രീ ടെസ്റ്റ് ചെയ്യാണ്. അതായത് നമ്മൾ മെയിൻ ആയിട്ട് ആ ഒരു ഇന്റർവ്യൂലേക്ക് കടത്തുന്നതിന് മുന്നേ അതിന് നമ്മൾ ടെസ്റ്റ് ചെയ്യാണ് എന്നുണ്ടെങ്കിൽ അതിന് നമ്മൾ എന്താണ് പറയുക? പ്രീ ടെസ്റ്റിംഗ് ഓഫ് ക്വസ്റ്റ്യനെയർ ഈസ് നോൺ ആസ് സർവേ എന്നാണോ, സെൻസസ് എന്നാണോ, പൈലറ്റ് സർവേ എന്നാണോ, നൺ ഓഫ് ദിസ് ആണോ? സർവേ എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ ഒരാൾ എടുത്ത് പോയിട്ട് സർവേ നടത്താല്ലേ, നമ്മൾ കാര്യങ്ങൾ ചോദിക്കാം. സെൻസസ് എന്ന് പറഞ്ഞാൽ നമ്മൾ കണക്കെടുപ്പാണ് അല്ലേ. സോ അത് രണ്ടും അല്ല. പിന്നെ പൈലറ്റ് സർവേ നൺ ഓഫ് ദിസും ആണ്. അപ്പൊ നമുക്ക് ഏതൊരു MCQ ആണെന്നുണ്ടെങ്കിലും നമുക്ക് അറിയുന്നില്ല എന്ന്, നമുക്ക് പെട്ടെന്ന് വായിച്ചിട്ട് നമുക്ക് കിട്ടുന്നില്ലെങ്കിൽ ആദ്യം നമ്മൾ നോക്കാം. ഒരു ഓപ്ഷൻ നമുക്ക് ഉണ്ട്, 4 ഓപ്ഷൻസ് നമുക്ക് ഉണ്ടാവും. അതിൽ നമുക്ക് ഏതെങ്കിലും ഓപ്ഷൻ കട്ട് ചെയ്യാൻ വേണ്ടി പറ്റുമോ എന്നുള്ളത് നോക്കാം. ഇതല്ലാന്ന് നമുക്ക് ഉറപ്പുള്ള ഒരു ഓപ്ഷൻസ് ഉണ്ടാവില്ലേ. സോ അങ്ങനത്തെ ഓപ്ഷൻസ് ഒക്കെ കട്ട് ചെയ്ത് കളയാം. എന്നിട്ട് ബാക്കിയുള്ളതിൽ നിന്നും നമ്മൾ ചൂസ് ചെയ്യാണ് വേണ്ടിയത്. സോ നമ്മളൊരു ക്വസ്റ്റ്യനെയറിന്റെ പ്രീ ടെസ്റ്റിങ്ങിന് നമ്മൾ എന്താണ് പറയുന്നത്? പൈലറ്റ് സർവേ എന്നാണ് പറയുന്നത്. ഓക്കെ, ക്വസ്റ്റ്യനെയർ നമ്മൾ പ്രീ ടെസ്റ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിന് നമ്മൾ എന്താണ് പറയാ? പൈലറ്റ് സർവേ എന്നാണ് പറയുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. The apex body of Indian Rural Financing System. ഇന്ത്യൻ റൂറൽ ഫൈനാൻസിങ് സിസ്റ്റത്തിന്റെ അപെക്സ് ബോഡി ഏതാന്നുള്ളതാണ്. കൊമേഴ്ഷ്യൽ ബാങ്ക് എന്ന് നമുക്ക് ഓപ്ഷൻ തന്നിട്ടുണ്ട്, നബാർഡ് ഉണ്ട്, കോപ്പറേറ്റീവ്സ് ഉണ്ട്, സെൽഫ് ഹെൽപ്പ് ഗ്രൂപ്പ് ഉണ്ട്. ഇന്ത്യൻ റൂറൽ ഫൈനാൻസിങ് സിസ്റ്റത്തിന്റെ അപെക്സ് ബോഡി ഏതാണ്? കൊമേഴ്ഷ്യൽ ബാങ്കുകളാണോ? അല്ലല്ലേ. കോപ്പറേറ്റീവ്സ് ആണോ? സെൽഫ് ഹെൽപ്പ് ഗ്രൂപ്പ് ആണോ? ഇതൊന്നും അല്ല. ഏതാണ്? നബാർഡ് ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. ഓപ്ഷൻ ബി നബാർഡ് ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്? ക്ലാസിഫിക്കേഷൻ ഓഫ് സ്റ്റുഡൻസ് അക്കോർഡിംഗ് ടു ദെയർ പഞ്ചായത്ത്. നമുക്കറിയാം ഒരുപാട് ക്ലാസിഫിക്കേഷൻ നമ്മൾ പഠിക്കുന്നുണ്ട്. ക്രോണോളജിക്കല്, സ്പേഷ്യല്, ക്വാണ്ടിറ്റേറ്റീവ്, ക്വാളിറ്റേറ്റീവ് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് ക്ലാസിഫിക്കേഷൻസ് നമ്മൾ പഠിക്കുന്നുണ്ട്. അതിൽ നമ്മൾ പഞ്ചായത്തിന്റെ അടിസ്ഥാനത്തിലാണ്, ഒരു സ്റ്റുഡൻസിന്റെ പഞ്ചായത്തിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ ക്ലാസിഫൈ ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ അതിന് നമ്മൾ എന്താണ് പറയുന്നത്? ക്രോണോളജിക്കൽ ക്ലാസിഫിക്കേഷൻ എന്നാണോ പറയാ, സ്പേഷ്യൽ എന്നാണോ പറയാ, ക്വാളിറ്റേറ്റീവ് ആണോ, ക്വാണ്ടിറ്റേറ്റീവ് ആണോ? ഒരു കാര്യം നമുക്കറിയാം, ഇത് എന്തല്ല, ഇത് ക്വാളിറ്റേറ്റീവ് അല്ല. കാരണം നമ്മൾ അതിനെ ക്ലാസിഫൈ ചെയ്യുന്നത് ആട്രിബ്യൂട്ട്സിന്റെ അടിസ്ഥാനത്തിലല്ല അല്ലെ. ഹോണസ്റ്റി അങ്ങനെ ഒന്നും ആയിട്ടല്ല നമ്മൾ ക്ലാസിഫൈ ചെയ്യുന്നത്. സോ ക്വാളിറ്റേറ്റീവ് അല്ല എന്നുള്ളത് നമുക്ക് ഉറപ്പായി. ഇനി ഇത് ക്വാണ്ടിറ്റേറ്റീവ് ആയിട്ടാണ് ക്ലാസിഫൈ ചെയ്യുന്നത്. ഇവിടെ പറഞ്ഞിട്ടുള്ളത് പഞ്ചായത്തിന്റെ അടിസ്ഥാനത്തിൽ എന്നാണ്. സോ ക്വാണ്ടിറ്റേറ്റീവ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്പേഴ്സിന്റെ അടിസ്ഥാനത്തിൽ ക്ലാസിഫൈ ചെയ്യുകയാണെങ്കിലാണ്. സോ അതും അല്ലാന്ന് നമുക്ക് ഉറപ്പായി. പിന്നെ നമുക്ക് 2 ഓപ്ഷൻസ് ആണുള്ളത്, ക്രോണോളജിക്കലും സ്പേഷ്യലും. അപ്പൊ അതിൽ രണ്ടിലാണ് നമ്മൾ ചൂസ് ചെയ്യേണ്ടത്. സോ നമ്മൾ പഞ്ചായത്തിന്റെ അടിസ്ഥാനത്തിലാണെങ്കിൽ അതിന് നമ്മൾ സ്പേഷ്യൽ ക്ലാസിഫിക്കേഷൻ, അതായത് ഏതെങ്കിലും പ്ലേസ് അങ്ങനെ നമ്മൾ ജിയോഗ്രഫിക്കൽ ആയിട്ടുള്ള കാര്യങ്ങളുമായി ബന്ധപ്പെട്ടിട്ടാണ് നമ്മൾ ക്ലാസിഫൈ ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ അതിന് നമ്മൾ എന്താണ് പറയാം? സ്പേഷ്യൽ ക്ലാസിഫിക്കേഷൻ എന്നാണ് പറയുന്നത്. ഇനി ക്രോണോളജിക്കൽ എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ ടൈമിന്റെ ബേസിസിലാണ് എന്നുണ്ടെങ്കിൽ നമ്മൾ അതിനെന്താണ് പറയാ? ക്രോണോളജിക്കൽ ക്ലാസിഫിക്കേഷൻ എന്നാണ് പറയുന്നത്. ക്ലിയർ അല്ലേ? ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. അനദർ നെയിം ഓഫ് വേൾഡ് ബാങ്ക്. വേൾഡ് ബാങ്കിന്റെ മറ്റൊരു പേരെന്താണ്? IMF, IBRD, നബാർഡ്, റിസർവ് ബാങ്ക്. നമ്മളിപ്പോ നേരത്തെ ഡിസ്കസ് ചെയ്ത നബാർഡിനെ പറ്റിയിട്ടില്ലേ, അപെക്സ് ബോഡി ഓഫ് റൂറൽ ഫൈനാൻസിങ് സിസ്റ്റം. സോ നബാർഡ് അല്ല എന്നുള്ളത് നമുക്ക് ഉറപ്പായി. പിന്നെ റിസർവ് ബാങ്ക് ആണോ? റിസർവ് ബാങ്ക് എന്ന് പറയുന്നത് സെൻട്രൽ ബാങ്ക് ഓഫ് ഇന്ത്യ ആണ് അല്ലേ. സോ റിസർവ് ബാങ്കും അല്ലാന്ന് നമുക്കറിയാം. പിന്നെ IMF-ഉം IBRD ആണ് ഉള്ളത്. സോ ഇതിൽ രണ്ടിലും ഏതെങ്കിലും ഒന്നായിരിക്കും കറക്റ്റ് ആയിട്ടുള്ള ആൻസർ അല്ലേ. സോ നല്ലോണം ശ്രദ്ധിക്കുക. വേൾഡ് ബാങ്കിന്റെ മറ്റൊരു പേര് എന്ന് പറയുന്നത് എന്താണ്? IBRD ആണ്. എന്താണ്? IBRD എന്നാണ് നമ്മൾ വേൾഡ് ബാങ്കിനെ പറയുന്നത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. Which of the following was the successor organization to the General Agreement of Trade and Tariff? So
ഒരു ഓർഗനൈസേഷൻ ഉണ്ട്, ജനറൽ എഗ്രിമെന്റ് ഓഫ് ട്രേഡ് ആൻഡ് ടാരിഫ് എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു ഓർഗനൈസേഷന്റെ സക്സസർ ആയിട്ടുള്ള മറ്റൊരു ഓർഗനൈസേഷൻ ഏതാണ്? വേൾഡ് ബാങ്ക് ആണോ, WTO ആണോ, RBI ആണോ, UNO ആണോ? വേൾഡ് ബാങ്ക് നമുക്ക് ഉറപ്പാണ്, ആൻഡ് RBI അല്ല അല്ലെ, ഒരിക്കലും അത് രണ്ടും അല്ല. ഈ ഒരു ഓർഗനൈസേഷൻ സക്സസർ, ഗാട്ടിന്റെ സക്സസർ ഓർഗനൈസേഷൻ എന്ന് പറയുന്നത് അത് രണ്ടും അല്ല. പിന്നെ ഉള്ളത് WTO UNO ആണ്. സോ നമുക്ക് പഠിക്കാനുണ്ട് വേൾഡ് ട്രേഡ് ഓർഗനൈസേഷനെ പറ്റിയിട്ടില്ലേ. സോ വേൾഡ് ട്രേഡ് ഓർഗനൈസേഷൻ ആണ് നമ്മുടെ ജനറൽ എഗ്രിമെന്റ് ഓഫ് ട്രേഡ് ആൻഡ് ടാരിഫിന്റെ സക്സസർ ഓർഗനൈസേഷൻ എന്ന് പറയുന്നത്. സോ ഏതാണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ? ഓപ്ഷൻ ബി, WTO വേൾഡ് ട്രേഡ് ഓർഗനൈസേഷൻ ആണ്. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ക്ലാസ് മിഡ് വാല്യൂ ഓഫ് ദി ക്ലാസ് 200 to 300 എന്ന് പറഞ്ഞിട്ടുള്ള ഈ ക്ലാസിന്റെ മിഡ് വാല്യൂ ഏതാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. സോ ഈ ഒരു ക്ലാസിന്റെ പ്രത്യേകത, ഈ ഒരു ക്ലാസ് നോക്കാം. ഇതിന്റെ ലോവർ ലിമിറ്റ് എന്ന് പറയുന്നത് 200 ആണ്, അപ്പർ ലിമിറ്റ് എന്ന് പറയുന്നത് 300 ആണ് അല്ലെ. സോ മിഡ് വാല്യൂ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്താണ് മക്കളെ? മിഡ് വാല്യൂ ഈക്വൽ ടു ലോവർ ലിമിറ്റ് പ്ലസ് അപ്പർ ലിമിറ്റ് ഡിവൈഡഡ് ബൈ 2 ആണ് മിഡ് വാല്യൂ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ. സോ ഇവിടെ ലോവർ ലിമിറ്റ് എന്ന് പറയുന്നത് 200 ആണ്, 200 പ്ലസ് അപ്പർ ലിമിറ്റ് 300 ആണ്, ഡിവൈഡഡ് ബൈ 2 ചെയ്ത് കഴിഞ്ഞാൽ 500 ഡിവൈഡഡ് ബൈ 2 ദാറ്റ് ഈസ് 250 എന്ന് നമുക്ക് ആൻസർ കിട്ടി. നേരെ നമ്മുടെ ഓപ്ഷനിലേക്ക് പോവാ. ഓപ്ഷനിൽ 250 ഉണ്ട്, 200 ഉണ്ട്, 300 ഉണ്ട്, 210 ഉണ്ട്. ഒന്നും നോക്കണ്ട, 250 ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. അപ്പൊ മിഡ് വാല്യൂ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ആലോചിച്ച് വെക്കാം. ലോവർ ലിമിറ്റ് പ്ലസ് അപ്പർ ലിമിറ്റ് ഡിവൈഡഡ് ബൈ 2 ആണ് എന്ത് മിഡ് വാല്യൂ എന്ന് പറയുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ദ പ്രിൻസിപ്പൽ കോമ്പണന്റ് ഓഫ് എ ടേബിൾ. ഒരു ടേബിളിന്റെ എന്തൊക്കെ കോമ്പണൻസുകളാണ് എന്നുള്ളതാണ് ചോദിച്ചിട്ടുള്ളത്. സോ ടേബിൾ നമ്പർ, ഓപ്ഷൻ എ ടേബിൾ നമ്പർ, ഓപ്ഷൻ ബി ടൈറ്റിൽ, ഓപ്ഷൻ സി ക്യാപ്ഷൻ, ഓൾ ഓഫ് ദിസ്. ഒരു ടേബിളിനെ ആലോചിക്കുക. ടേബിളിൽ എന്തൊക്കെ ഉണ്ട്? ടേബിൾ നമ്പർ ഉണ്ടാവും, ടൈറ്റിൽ ഉണ്ടാവും, ക്യാപ്ഷൻസ് ഉണ്ടാവും, സ്റ്റെപ്പ് ഉണ്ടാവും, സെൽ ഉണ്ടാവും, ഒരുപാട് കാര്യങ്ങൾ ഉണ്ട് അല്ലേ. സോ ഈ ഓൾ ഓഫ് ദിസ് ആണ് ഇതിന്റെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. അപ്പൊ പ്രിൻസിപ്പൽ കോമ്പണന്റ് ഓഫ് ടേബിൾ എന്ന് പറഞ്ഞാൽ ഏതൊക്കെയാണ്? ടേബിൾ നമ്പർ ആണ്, ടൈറ്റിൽ ആണ്, ക്യാപ്ഷൻസ് ആണ്. ഓക്കെ, സെറ്റ് അല്ലേ? ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. The concept of Jane cost of living is used to calculate poverty in India by അതായത് നമ്മൾ പോവർട്ടി കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഒരു കൺസെപ്റ്റ് ആണ് എന്ത്? ജയിൽ കോസ്റ്റ് ഓഫ് ലിവിംഗ് എന്ന് പറഞ്ഞിട്ടുള്ളത്. സോ ആ ഒരു കൺസെപ്റ്റ് ആരാണ് യൂസ് ചെയ്തിട്ടുള്ളത് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. 4 ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. VK RV റാവു, ദാദാബായ് നവറോജി, അമർത്യ സെൻ, ലയണൽ റോബിൻസ്. അപ്പൊ അമർത്യ സെൻ അല്ല അല്ലെ, അമർത്യ സെൻ അല്ല, ലയണൽ റോബിൻസും അല്ല. ഇവർ രണ്ടാളേലും ആരെങ്കിലും ഒരാളായിരിക്കോ എന്നുള്ളതാണ് നമുക്ക് ഒരു ഡൗട്ട് വരിക. ബിക്കോസ് നമ്മൾ +1 എക്കണോമിക്സിൽ നമ്മൾ പഠിക്കുന്നത് VK RV റാവുവിനെ പറ്റിയിട്ടും ദാദാബായ് നവറോജിനൊക്കെ നമ്മൾ കേട്ട നെയിംസ് ആണല്ലേ. സോ ഇതിൽ രണ്ടിൽ ഏതെങ്കിലും ഒരാളായിരിക്കും. സോ ജയിൽ കോസ്റ്റ് ഓഫ് ലിവിംഗ് എന്ന് പറഞ്ഞ കൺസെപ്റ്റ് യൂസ് ചെയ്തിട്ടുള്ളത് ആരാണ്? ദാദാബായ് നവറോജി ആണ്. ഓക്കെ, അപ്പൊ ആരും മറന്നു പോവരുത്. പോവർട്ടി കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ജയിൽ കോസ്റ്റ് ഓഫ് ലിവിംഗ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കൺസെപ്റ്റ് യൂസ് ചെയ്തിട്ടുള്ളത് ആരാണ്? ദാദാബായ് നവറോജി ആണ്. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. വിച്ച് വൺ ഈസ് റിലേറ്റഡ് ടു പ്രൈവറ്റൈസേഷൻ? പ്രൈവറ്റൈസേഷനുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ളത് ഏതൊക്കെയാന്നുള്ളതാണ്. 4 ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. ഏതൊക്കെ കാണും? ഔട്ട്സോഴ്സിംഗ്, ഡിസ്ഇൻവെസ്റ്റ്മെന്റ്, ഡിവാലുവേഷൻ ഓഫ് കറൻസീസ്, റിസർവേഷൻ ടു സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രീസ്. ഈസി ആയിട്ട് നമുക്കറിയാം പ്രൈവറ്റൈസേഷൻ നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ. അതായത് ലിബറലൈസേഷൻ, പ്രൈവറ്റൈസേഷൻ, ഗ്ലോബലൈസേഷൻ എന്ന് പറഞ്ഞ ഈ ഒരു ചാപ്റ്ററിൽ നമ്മൾ പുതിയൊരു എക്കണോമിക് പോളിസിന്റെ മെഷേഴ്സ് ആയിട്ട് നമ്മൾ പ്രൈവറ്റൈസേഷൻ പഠിച്ചിട്ടുണ്ട്. സോ പ്രൈവറ്റൈസേഷൻ പഠിക്കുന്ന സമയത്ത് അതിന്റെ കൂടെ നമ്മളൊരു കാര്യം കൂടി, അതിന്റെ ഒരു സബ് ടോപ്പിക് ആയിട്ട് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഔട്ട്സോഴ്സിംഗ് നമ്മൾ ഏതിലാണ് പഠിച്ചിട്ടുള്ളത് മക്കളെ? ഔട്ട്സോഴ്സിംഗ് നമ്മൾ ഗ്ലോബലൈസേഷനിൽ പഠിച്ചതാണ് അല്ലേ. സോ ഔട്ട്സോഴ്സിംഗ് അല്ല. പിന്നെ ഡീവാലുവേഷൻ ഓഫ് കറൻസീസ് ആണോ? അതുമല്ല. റിസർവേഷൻ ടു സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രീസ് ആണോ? റിസർവേഷൻ ടു സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രീസ് ലിബറലൈസേഷന്റെ ഭാഗമായിട്ടല്ല, റിസർവേഷൻസ് നമ്മൾ എടുത്ത് ഒഴിവാക്കിയിരിക്കുന്നത് നമ്മൾ പഠിച്ചിട്ടുണ്ട്. സോ പ്രൈവറ്റൈസേഷന്റെ ഒരു റിലേറ്റ് ചെയ്തിട്ടുള്ളതാണ് ഡിസ്ഇൻവെസ്റ്റ്മെന്റ് ആണ്. ഓക്കെ, ഡിസ്ഇൻവെസ്റ്റ്മെന്റ് ആണ്. എന്താണ് പ്രൈവറ്റൈസേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അതായത് ഗവൺമെന്റ് അവരുടെ ഓണർഷിപ്പ് ഒക്കെ പ്രൈവറ്റ് ഇൻഡിവിജ്വൽസിന് പബ്ലിക്കിന് കൊടുക്കുന്നതിനാണ് നമ്മൾ പ്രൈവറ്റൈസേഷൻ എന്ന് പറയുന്നത്. ഡിസ്ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? അതായത് പാർട്ട്ലി കൊടുക്കുക, അതായത് കംപ്ലീറ്റ്ലി കൊടുക്കുന്നില്ല, പാർട്ട്ലി ഷെയർസ് അല്ലെങ്കിൽ പാർട്ട്ലി ഓണർഷിപ്പോ നമ്മൾ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ഡിസ്ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയുന്നത്. സോ പ്രൈവറ്റൈസേഷനുമായി റിലേറ്റ് ചെയ്തിട്ടുള്ളത് ഏതാണ്? ഡിസ്ഇൻവെസ്റ്റ്മെന്റ് ആണ്. ഓക്കെ, ദെൻ അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം.
ഓപ്പറേഷൻ ഫ്ലഡ് ഈസ് റിലേറ്റഡ് ടു ദി പ്രൊഡക്ഷൻ ഓഫ്. ഓപ്പറേഷൻ ഫ്ലഡ് എന്ന് പറഞ്ഞിട്ടുള്ളത് എന്തിന്റെ പ്രൊഡക്ഷനുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ളതാണ്? മിൽക്കിൻ്റെതാണോ, ഫിഷിൻ്റെതാണോ, ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസിൻ്റെതാണോ, വീറ്റിൻ്റെതാണോ? ഓപ്പറേഷൻ ഫ്ലഡ് എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു ടേം ഏതിന്റെ പ്രൊഡക്ഷനുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ളതാണ് എന്നുള്ളതാണ് ചോദിച്ചിട്ടുള്ളത്. റൂറൽ ഡെവലപ്മെന്റ് എന്ന് പറയുന്ന ചാപ്റ്ററിൽ നമ്മൾ പഠിക്കുന്ന ഒരു കാര്യമാണ് അല്ലേ. അവിടെ നമ്മൾ ഓപ്പറേഷൻ ഫ്ലഡ് എന്ന് പറയുന്നത് എന്തുമായി റിലേറ്റ് ചെയ്തിട്ടുള്ളതാണ്? മിൽക്കിന്റെ പ്രൊഡക്ഷനുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ളതാണ്. ഓക്കെ, സോ ഓപ്പറേഷൻ ഫ്ലഡ് എന്ന് കേൾക്കുമ്പോൾ എന്താണ് പെട്ടെന്ന് മൈൻഡിലേക്ക് വരേണ്ടത്? മിൽക്കാണ് വരേണ്ടത്. ഓക്കെ, ദെൻ അടുത്ത ക്വസ്റ്റ്യൻ, ഹു സെഡ് എക്കണോമിക്സ് ഈസ് ദി സ്റ്റഡി ഓഫ് മാൻ ഇൻ ദി ഓർഡിനറി ബിസിനസ് ഓഫ് ലൈഫ്? അതായത് എക്കണോമിക്സിന് ഒരുപാട് ഡെഫിനിഷൻസ് തന്നിട്ടുണ്ട്. പക്ഷെ ആരും ഒരാൾ പറഞ്ഞിട്ടുണ്ട് എക്കണോമിക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? മാൻ, ഒരു ഓർഡിനറി ബിസിനസ് ഓഫ് ലൈഫിലുള്ള ഒരു മാനിനെ പറ്റിയിട്ടുള്ള സ്റ്റഡിയാണ് എക്കണോമിക്സ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അത് ആഡം സ്മിത്ത് ആണോ, ആൽഫ്രഡ് മാർഷൽ ആണോ, JM കീൻസ് ആണോ, ഡേവിഡ് റിക്കാർഡോ ആണോ? നിങ്ങൾ +2 എത്തിക്കഴിഞ്ഞാൽ എക്കണോമിക്സിന് ഒരു 4 ഡെഫിനിഷൻസ് പഠിക്കുന്നുണ്ട്. ഓക്കെ, സോ അതിൽ എക്കണോമിക്സ് ഈസ് സ്റ്റഡി ഓഫ് മാൻ ഇൻ ദി ഓർഡിനറി ബിസിനസ് ഓഫ് ലൈഫ് എന്ന് പറഞ്ഞിട്ടുള്ളത് ആരാണ് എക്കണോമിക്സിന് ആ ഒരു ഡെഫിനിഷൻ കൊടുത്തിട്ടുള്ളത്? ആരാണ്? ആൽഫ്രഡ് മാർഷലിന്റെ ഡെഫിനിഷൻ ആണ് എന്ത്? എക്കണോമിക്സ് ഈസ് ദി സ്റ്റഡി ഓഫ് മാൻ ഇൻ ദി ഓർഡിനറി ബിസിനസ് ഓഫ് ലൈഫ് എന്ന് പറഞ്ഞിട്ടുള്ള, സോ ആ ഒരു ഡെഫിനിഷൻ കൊടുത്തിട്ടുള്ളത് ആരാണ്? ആൽഫ്രഡ് മാർഷൽ ആണ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഗിവൺ ബിലോ ആർ 2 സ്റ്റേറ്റ്മെന്റ്സ്. നമുക്ക് 2 സ്റ്റേറ്റ്മെന്റ്സ് തന്നിട്ടുണ്ട്. ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് എന്താണ്? ഇന്ത്യസ് എക്കണോമി അണ്ടർ ദി ബ്രിട്ടീഷ് റൂൾ റിമൈൻഡ് ഫണ്ടമെന്റലി അഗ്രേറിയൻ. അതായത് ബ്രിട്ടീഷ് റൂളിന്റെ ടൈമിൽ ഇന്ത്യൻ അഗ്രികൾച്ചർ എന്ന് പറയുന്നത് എന്താണ്? അഗ്രേറിയൻ ആയിരുന്നു. ഓക്കെ, ഇന്ത്യൻ എക്കണോമി എന്ന് പറയുന്നത് മെയിൻ ആയിട്ട് അഗ്രികൾച്ചറിലായിരുന്നു അവർ ഫോക്കസ് ചെയ്തിട്ടുള്ളത്. രണ്ടാമത് എന്താണ്? ദി പോപ്പുലേഷൻ ഓഫ് ബ്രിട്ടീഷ് ഇന്ത്യ വെർ ഫസ്റ്റ് കളക്റ്റഡ് ത്രൂ സെൻസസ് ഇൻ 1881. സോ എന്തൊക്കെയാണ് നമ്മളോട് ഓപ്ഷൻസിൽ ചോദിച്ചുള്ളത്? ഇതിൽ ഏതാണ് ശരി, ഏതാണ് തെറ്റ്? ആ ഒരു 4 ഓപ്ഷനിൽ ഒന്ന് ചൂസ് ചെയ്യാനാണ്. ഫസ്റ്റ് പറയുന്നത് ബോത്ത് സ്റ്റേറ്റ്മെന്റ് 1 and 2 ആർ കറക്റ്റ്. ഓക്കെ, അതാണ് ഫസ്റ്റ് പറഞ്ഞിട്ടുള്ളത്. രണ്ടാമത് എന്താണ് പറഞ്ഞിട്ടുള്ളത്? ബോത്ത് സ്റ്റേറ്റ്മെന്റ് 1 and 2 ആർ ഇൻകറക്റ്റ് എന്നാണ് രണ്ടാമത് പറഞ്ഞിട്ടുള്ളത്. മൂന്നാമത് ബോത്ത് സ്റ്റേറ്റ്മെന്റ് 1 ഈസ് കറക്റ്റ്, സ്റ്റേറ്റ്മെന്റ് 2 ഈസ് ഇൻകറക്റ്റ്. ആൻഡ് നാലാമത് പറയുന്നത് സ്റ്റേറ്റ്മെന്റ് 1 ഈസ് ഇൻകറക്റ്റ്, സ്റ്റേറ്റ്മെന്റ് 2 ഈസ് കറക്റ്റ് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. സോ ഇതിൽ 2 സ്റ്റേറ്റ്മെന്റ് എന്താണ്? ശരിയാണ്. നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ബ്രിട്ടീഷ് റൂളിന്റെ ടൈമിൽ നമ്മുടെ എക്കണോമി എന്ന് പറയുന്നത് അഗ്രേറിയൻ ആയിരുന്നു. നമ്മളെ എക്കണോമി മെയിൻ ആയിട്ട് ഫോക്കസ് ചെയ്തിട്ടുള്ളത് അഗ്രികൾച്ചറിലാണ് അല്ലെ? ശരിയാണ്. രണ്ടാമത് എന്താണ്? ബ്രിട്ടീഷ് റൂളിന്റെ ടൈമിൽ പോപ്പുലേഷൻ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തത് സെൻസസ് ത്രൂ ആണ്. 1881 നമ്മൾ ഫസ്റ്റ് ആയിട്ട് സെൻസസ് നടക്കുന്നത്. സോ ഈ 2 സ്റ്റേറ്റ്മെന്റും എന്താണ്? ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. സോ ഓപ്ഷൻ എ ഈസ് ദി കറക്റ്റ് ആൻസർ. ബോത്ത് സ്റ്റേറ്റ്മെന്റ് 1 and 2 ആർ കറക്റ്റ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഫിക്സിംഗ് ഓഫ് മാക്സിമം സൈസ് ഓഫ് ലാൻഡ് 1 can hold ഈസ് കോൾഡ്. അതായത് നമ്മൾ എന്താക്കാണ്? ഒരാൾ ഇത്ര ലാൻഡ് മാത്രമേ ഹോൾഡ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ. ഫാർമേഴ്സിന് അങ്ങനെ നമ്മൾ ഫാം ലാൻഡ് നമ്മൾ ഫിക്സ് ചെയ്ത് കൊടുക്കുകയാണ്. അവർ ഹോൾഡ് ചെയ്യുന്ന സൈസ് ഓഫ് ലാൻഡ് നമ്മൾ ഫിക്സ് ചെയ്ത് കൊടുക്കുകയാണ് എന്നുണ്ടെങ്കിൽ അതിന് നമ്മൾ എന്താണ് പറയുന്നത്? ലാൻഡ് റീഫോം എന്നാണോ പറയുക, ലാൻഡ് സീലിംഗ് എന്നാണോ പറയുക, ലാൻഡ് ഓണർഷിപ്പ് എന്നാണോ പറയുക, അല്ലെങ്കിൽ നൺ ഓഫ് ദിസ് ആണോ? അപ്പൊ ലാൻഡ് റീഫോം എന്ന് പറഞ്ഞാൽ എന്താണ്? ഇന്റർമീഡിയറീസിനെ നമ്മൾ ഒഴിവാക്കുക എന്നുള്ളതാണ്. ആൻഡ് ഫാർമേഴ്സിന് അവരുടെ ലാൻഡ് നമ്മൾ തിരിച്ചു കൊടുക്കുക, അതിന്റെ ഓണർഷിപ്പ് അവർക്ക് തന്നെ കൊടുക്കുക. ഓക്കെ, ഒറിജിനൽ ടില്ലേഴ്സിന് അവരുടെ ഓണർഷിപ്പ് തിരിച്ചു കൊടുക്കുക എന്നുള്ളതാണ് ലാൻഡ് റീഫോം എന്ന് പറയുന്നത്. ലാൻഡ് ഓണർഷിപ്പ് ആണോ? ലാൻഡ് ഓണർഷിപ്പ് എന്ന് പറഞ്ഞാൽ എന്താ? ലാൻഡിന്റെ ഓണർഷിപ്പ് അവർക്ക് തന്നെ കിട്ടല്ലേ? അത് ശരി. അതും ലാൻഡ് റീഫോം ഒക്കെ ഏകദേശം സെയിം ആണ്. പിന്നെ ഇവിടെ എന്താ നമ്മളോട് പറഞ്ഞത്? ഓണർഷിപ്പിനെ പറ്റിയിട്ടല്ല ഇവിടെ ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുള്ളത്. അതായത് ഒരു പേഴ്സണിന് ഇത്ര ലാൻഡ് മാത്രമേ ഹോൾഡ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ എന്നുള്ളൊരു സംഭവം കൊണ്ടുവന്ന് അതിന് നമ്മൾ എന്താ പറയാ? അതിന് നമ്മൾ ലാൻഡ് സീലിംഗ് എന്നാണ് പറയുന്നത്. ഇപ്പൊ ഫാമേഴ്സിന്റെ ഇടയിൽ തന്നെ ഒരു ഫാർമർ 1 acre ലാൻഡ് ഹോൾഡ് ചെയ്യാൻ പറ്റുള്ളൂ എന്ന് പറയാം. അതിനാണ് നമ്മൾ ലാൻഡ് സീലിംഗ് എന്ന് പറയുന്നത്. ഒരു മാക്സിമം ലാൻഡ് നമ്മൾ ഫിക്സ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, മാക്സിമം സൈസ് ഓഫ് ലാൻഡ് നമ്മൾ ഫിക്സ് ചെയ്ത് കൊടുക്കുക. സോ അതിൽ കൂടുതൽ ലാൻഡ് അവരുടെ കയ്യിലുണ്ട് എന്നുണ്ടെങ്കിൽ നമ്മൾ എന്താക്കും? അവരുടെ അടുത്തുനിന്നും തിരിച്ചു വാങ്ങിയിട്ട് അത് ലാൻഡ് ഇല്ലാത്ത ആളുകൾക്ക് റീഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. സോ അതിനെ നമ്മൾ എന്താണ് പറയാ? അതിനെ നമ്മൾ ലാൻഡ് സീലിംഗ് എന്നാണല്ലോ പറയുന്നത്. ഓക്കെ, ദെൻ അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ദി കോമൺ മെഷർ ഓഫ് സെൻട്രൽ ടെൻഡൻസി. ഇവിടെ ഓപ്ഷൻസ് ഒന്നും തന്നിട്ടില്ല, ജസ്റ്റ് ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചതാണ്. സെൻട്രൽ ടെൻഡൻസിയുടെ കോമൺ മെഷേഴ്സ് എന്തൊക്കെയാണെന്നുള്ളത്. സെൻട്രൽ ടെൻഡൻസി എന്ന് പറഞ്ഞ ചാപ്റ്ററിൽ നമ്മൾ ഒരുപാട് മെഷേഴ്സ് പഠിക്കുന്നുണ്ട്. അരിത്തമെറ്റിക് മീന്, മീഡിയന്, മോഡ്, ഇതൊക്കെ നമ്മൾ പഠിക്കുന്നുണ്ട് അല്ലേ?
ഇതിൽ കോമൺ മെഷേഴ്സ് ഓഫ് സെൻട്രൽ ടെൻഡൻസി എന്ന് പറയുന്നത് ഏതാണ്? അരിത്തമെറ്റിക് മീനിനെയാണ് നമ്മൾ കോമൺ മെഷേഴ്സ് ഓഫ് സെൻട്രൽ ടെൻഡൻസി എന്ന് പറയുന്നത്. ഓക്കെ, സോ അതൊരിക്കലും മറക്കരുത്. അരിത്തമെറ്റിക് മീൻ ആണ് കോമൺ മെഷർ ഓഫ് സെൻട്രൽ ടെൻഡൻസി എന്ന് പറയുന്നത്. ഓക്കെ, സോ അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. എക്കണോമിക് ഗ്രോത്ത് വിത്ത് ഓൺ റിസോഴ്സ്, അതായത് നമ്മുടെ റിസോഴ്സസ് യൂസ് ചെയ്തുകൊണ്ട് തന്നെ നമുക്ക് എക്കണോമിക് ഗ്രോത്ത് ഉണ്ടാവാണ്. അതിന് നമ്മൾ എന്താ പറയുന്നത്? ഇക്വിറ്റി എന്നാണോ, സെൽഫ് റിലയൻസ് എന്നാണോ, മോഡേണൈസേഷൻ എന്നാണോ? ഇത് മൂന്ന് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ എവിടെയോ പഠിച്ചിട്ടുണ്ട് അല്ലേ? ഇതെന്താണ്? 5 ഇയർ പ്ലാനിന്റെ ഗോൾസ് ആണല്ലേ, ഗോൾസ് ഓഫ് 5 ഇയർ പ്ലാൻ അല്ലെങ്കിൽ പ്ലാനിങ്, ഇന്ത്യൻ പ്ലാനിങ്ങിന്റെ ഗോൾസ് ആണ് ഇക്വിറ്റി, സെൽഫ് റിലയൻസ്, മോഡേണൈസേഷൻ, ഗ്രോത്ത് എന്ന് പറയുന്നത്. സോ ഇതിൽ എക്കണോമിക് ഗ്രോത്ത് വിത്ത് ഓൺ റിസോഴ്സസ് ഏതുമായി റിലേറ്റ് ചെയ്തിട്ടുള്ളതാണ്? എന്താണ് ഇക്വിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അതായത് നമ്മുടെ എക്കണോമിയുടെ ബെനിഫിറ്റ്സ് എല്ലാ ആളുകൾക്കും ഒരേപോലെ കിട്ടുക. അത് പുവർ ആയിട്ടുള്ള സെക്ഷൻ ആണെന്നുണ്ടെങ്കിലും നോൺ പുവർ സെക്ഷൻ ആണെന്നുണ്ടെങ്കിലും എല്ലാവർക്കും ഒരുപോലെ നമ്മുടെ ബെനിഫിറ്റ് കിട്ടുന്നതിനെയാണ് നമ്മൾ ഇക്വിറ്റി എന്ന് പറയുന്നത്. സെൽഫ് റിലയൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമുക്ക് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ നമ്മൾ തന്നെ ഡെവലപ്പ് ചെയ്യുക എന്നുള്ളതാണ്. ഓക്കെ, അതാണ് സെൽഫ് റിലയൻസ് എന്ന് പറയുന്നത്. ആൻഡ് മോഡേണൈസേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ എന്താക്കുക? ഇംപ്രൂവ്ഡ് ടെക്നോളജീസ് യൂസ് ചെയ്യുക. നമ്മൾ മോഡേൺ ടെക്നോളജീസ് യൂസ് ചെയ്തുകൊണ്ട് നമ്മുടെ പ്രൊഡക്ടിവിറ്റി ഇംപ്രൂവ് ആക്കുക എന്നുള്ളതാണ് മോഡേണൈസേഷൻ. ഈ മോഡേണൈസേഷനിൽ വരുന്നത് എന്താണ്? വെറും നമ്മൾ ടെക്നോളജി മാത്രമല്ല, നമ്മൾ വിമൻ എംപവർമെന്റ് ഒക്കെ എന്താണ്? മോഡേണൈസേഷൻ ആണ്. സോ ഇവിടെ എന്താണ്? ഓൺ റിസോഴ്സസ് എന്നാണ് പറയുന്നത്, നമ്മുടെ സ്വന്തം. അപ്പൊ അതെന്തായിരിക്കും? ഇക്വിറ്റി ആയിരിക്കില്ല, മോഡേണൈസേഷൻ ആയിരിക്കില്ല. ഒന്നെങ്കിൽ സെൽഫ് റിലയൻസ് അല്ലെങ്കിൽ നൺ ഓഫ് ദിസ് ആയിരിക്കും. സോ ഓൺ റിസോഴ്സസ് നമുക്ക് ആവശ്യമായിട്ടുള്ള, നമ്മൾ എക്കണോമിക് ഗ്രോത്ത് ഉണ്ടാക്കുന്നത് നമ്മുടെ തന്നെ സാധനങ്ങൾ യൂസ് ചെയ്തിട്ടാണ്. സോ അതെന്താണ്? കറക്റ്റ് ആയിട്ടുള്ള ആൻസർ ഏതാണ്? സെൽഫ് റിലയൻസ് ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ആൻ ഇൻവെസ്റ്റിഗേറ്റർ ക്ലാസിഫൈ ഡാറ്റ ഓൺ ദി ബേസിസ് ഓഫ് ഇയർ മന്ത് ആൻഡ് വീക്ക്. ഇറ്റ് ഈസ് ഒരു ഇൻവെസ്റ്റിഗേറ്റർ ഡാറ്റ ക്ലാസിഫൈ ചെയ്തിട്ടുള്ളത് ഇയറിന്റെ ബേസിസിലും മന്തിന്റെ ബേസിസിലും വീക്കിന്റെ ബേസിസിലൊക്കെയാണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ആ ക്ലാസിഫിക്കേഷൻ നമ്മൾ എന്താണ് പറയുന്നത്? ക്രോണോളജിക്കൽ ക്ലാസിഫിക്കേഷൻ ആണോ, സ്പേഷ്യൽ ആണോ, ക്വാണ്ടിറ്റേറ്റീവ് ആണോ, ക്വാളിറ്റേറ്റീവ് ആണോ? സ്പേഷ്യൽ നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ, അതായത് ഒരു ജോഗ്രഫിക്കൽ ഏരിയ, പഞ്ചായത്ത് അല്ലെങ്കിൽ പ്ലേസ് അങ്ങനെ കാണുന്നുണ്ടെങ്കിൽ അതിനെയാണ് നമ്മൾ സ്പേഷ്യൽ ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത് അല്ലേ? അപ്പൊ അതല്ല. ക്വാണ്ടിറ്റേറ്റീവിന്റെ അടിസ്ഥാനത്തിലാണോ, നമ്പേഴ്സിന്റെ അടിസ്ഥാനത്തിലാണോ? അല്ല. ക്വാളിറ്റേറ്റീവ്, അത് ആട്രിബ്യൂട്ട്സിന്റെ അടിസ്ഥാനത്തിലാണോ? അല്ല അല്ലേ? സോ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ ഏതാണ്? ക്രോണോളജിക്കൽ ക്ലാസിഫിക്കേഷൻ ആണ്. നേരത്തെ നമ്മൾ പറഞ്ഞ് ഒരു ക്ലാസിഫിക്കേഷൻ നമ്മൾ നടത്തുന്നത് എന്തെങ്കിലും ഒരു ടൈം ബേസിസിൽ, ഇപ്പൊ ഇയർ, മന്ത്, വീക്ക് അല്ലെങ്കിൽ ടൈം അങ്ങനെ കാണുന്നുണ്ടെങ്കിൽ അതിന് നമ്മൾ എന്താണ് പറയുക? അതിന് നമ്മൾ ക്രോണോളജിക്കൽ ക്ലാസിഫിക്കേഷൻ എന്നാണ് പറയുന്നത്. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. സാമ്പിളിംഗ് ഇറേഴ്സ് ക്യാൻ ബി മിനിമൈസ്ഡ് ബൈ. സാമ്പിളിംഗ് ഇറേഴ്സ് നമുക്ക് എങ്ങനെ കുറയ്ക്കാൻ വേണ്ടി പറ്റും? ബൈ ടേക്കിംഗ് ലാർജ് സാമ്പിൾ, ബൈ ടേക്കിംഗ് സ്മോൾ സാമ്പിൾ, ബോത്ത് ആർ കറക്റ്റ്, നൺ ഓഫ് ദി എബോ. അപ്പൊ സാമ്പിളിംഗ് ഇറർ നമ്മളിപ്പോ നമ്മുടെ ആക്ച്വൽ വാല്യൂയും നമ്മുടെ എസ്റ്റിമേറ്റും തമ്മിലുള്ള ഡിഫറൻസ് ആണ് സാമ്പിളിംഗ് ഇറർ എന്ന് പറയുന്നത്. അത് നമ്മൾ എങ്ങനെ കുറയ്ക്കുക? നമ്മൾ ഒരുപാട് വട്ടം പറഞ്ഞിട്ടുണ്ട് എങ്ങനെ നമുക്ക് കുറയ്ക്കാൻ വേണ്ടി പറ്റും. നമ്മൾ ലാർജ് സാമ്പിൾ എടുത്താൽ മതി. അപ്പൊ നമുക്ക് എന്ത് കുറയ്ക്കാൻ വേണ്ടി പറ്റും? സാമ്പിളിംഗ് ഇറർ നമുക്ക് റെഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പൊ നമ്മൾ എന്താക്കുക? ബൈ ടേക്കിംഗ് ലാർജ് സാമ്പിൾ നമുക്ക് സാമ്പിളിംഗ് ഇറർ കുറയ്ക്കാൻ വേണ്ടി പറ്റും. സോ ഓപ്ഷൻ എ ഈസ് ദി കറക്റ്റ് ആൻസർ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. വിച്ച് വൺ ഈസ് ഫീച്ചർ ഓഫ് സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രീസ്? സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രീസിന്റെ ഫീച്ചേഴ്സ് എന്തൊക്കെയാണെന്നുള്ളത് നമുക്ക് 4 കാര്യങ്ങളാണ് തന്നിട്ടുള്ളത്. ലേബർ ഇന്റൻസീവ് ആണ്, ക്യാപിറ്റൽ ഇന്റൻസീവ് ആണ്, ഹ്യൂജ് ഇൻവെസ്റ്റ്മെന്റ് ആണ്, ഹ്യൂജ് മെഷീനറി ആണ്. സോ സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രീസ് ആണ് അല്ലെ? സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രീസ് ആണ് എന്നുണ്ടെങ്കിൽ ഹ്യൂജ് ഇൻവെസ്റ്റ്മെന്റ് അല്ല എന്നുള്ളത് നമുക്ക് ഉറപ്പായിട്ടുള്ള കാര്യമാണ്. ഹ്യൂജ് മെഷീനറി അവരെന്താക്കുന്നില്ല, യൂസ് ചെയ്യുന്നില്ല. പിന്നെ രണ്ടെണ്ണത് ലേബർ ഇന്റൻസീവും ക്യാപിറ്റൽ ഇന്റൻസീവും ആണ്. സോ അത് രണ്ടും എന്താന്നുള്ളത് നോക്കാം. ലേബർ ഇന്റൻസീവ് എന്ന് പറഞ്ഞാൽ എന്താണ്? മോർ ലേബേഴ്സിനെ നമ്മൾ യൂസ് ചെയ്യുക, നമ്മൾ ക്യാപിറ്റൽ വളരെ കുറച്ച് മാത്രമേ യൂസ് ആക്കുന്നുള്ളൂ. ആൻഡ് ക്യാപിറ്റൽ ഇന്റൻസീവ് എന്ന് പറഞ്ഞാൽ എന്താണ്? മോർ ക്യാപിറ്റൽ നമ്മൾ യൂസ് ആക്കാൻ, നമ്മൾ ലേബേഴ്സിനെ വളരെ കുറച്ച് മാത്രമേ യൂസ് ആക്കുള്ളൂ. അതാണ് ക്യാപിറ്റൽ ഇന്റൻസീവ്. സോ സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രീസ് ആണെന്നുണ്ടെങ്കിൽ അവർ ഒരുപാട് ക്യാപിറ്റൽ ഒന്നും യൂസ് ആക്കൂല. സോ ഇതിൽ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ ഏതാണ്? ലേബർ ഇന്റൻസീവിന്റെ സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രീസിന്റെ ഫീച്ചേഴ്സ് എന്ന് പറയുന്നത് ഏതാണ്? ലേബർ ഇന്റൻസീവ് ആയിരിക്കും. ഓക്കെ, ദെൻ അടുത്ത് നോക്കാം. ഫൈൻഡ് ദി ഓഡ് വൺ ഔട്ട്. നമുക്ക് 4 കാര്യങ്ങളാണ് തന്നിട്ടുള്ളത്. ഇതിൽ ഓഡ് വൺ ആയിട്ടുള്ളത് ഏതാന്നുള്ളതാണ് ചോദിച്ചിട്ടുള്ളത്. 4 കാര്യങ്ങൾ ഏതൊക്കെയാണ്? ഇൻവെസ്റ്റ്മെന്റ് ഇൻ എഡ്യൂക്കേഷൻ, ഓൺ ദ ജോബ് ട്രെയിനിങ്, കൺസ്ട്രക്ഷൻ ഓഫ് ഡാം, മൈഗ്രേഷൻ.
സോഴ്സസ് ഓഫ് ഹ്യൂമൻ ക്യാപിറ്റൽ ഫോർമേഷൻ ആണ് ഇവിടെ നമുക്ക് തന്നിട്ടുള്ളത്. അപ്പൊ നമ്മൾ ഇൻവെസ്റ്റ്മെന്റ് ഇൻ എഡ്യൂക്കേഷൻ, ഇൻവെസ്റ്റ്മെന്റ് ഇൻ ഓൺ ദ ജോബ് ട്രെയിനിങ്, മൈഗ്രേഷൻ, ഇൻവെസ്റ്റ്മെന്റ് ഇൻ ഇൻഫോർമേഷൻ, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ സോഴ്സസ് ഓഫ് ഹ്യൂമൻ ക്യാപിറ്റൽ ഫോർമേഷനിൽ. സോ ഇതിൽ ഓഡ് വൺ ആയിട്ടുള്ളത് ഏതാണ്? ഇൻവെസ്റ്റ്മെന്റ് ഇൻ എഡ്യൂക്കേഷൻ, അതൊരു സോഴ്സ് ആണ് അല്ലേ. ഓൺ ദ ജോബ് ട്രെയിനിങ്ങും നമ്മുടെ ഹ്യൂമൻ ക്യാപിറ്റൽ ഫോർമേഷന്റെ ഒരു സോഴ്സ് ആണ്. മൈഗ്രേഷനും ആണ്. സോ എല്ലാത്തത് ഏതാണ്? കൺസ്ട്രക്ഷൻ ഓഫ് ഡാം ആണ്. സോ ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. ഓഡ് വൺ ഏതാണ്? കൺസ്ട്രക്ഷൻ ഓഫ് ഡാം ആണ്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ദി വാല്യൂ ഓഫ് മോഡ് ക്യാൻ ബി ലൊക്കേറ്റഡ് ത്രൂ. മോഡിന്റെ വാല്യൂ നമുക്ക് എങ്ങനെ ലൊക്കേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും? പിക്ചർ വരച്ചിട്ട് നമുക്ക് എങ്ങനെ ലൊക്കേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും? മീഡിയൻ ആണ് എന്നുണ്ടെങ്കിൽ നമുക്ക് ലെസ് ദാൻ ഒജീവും മോർ ദാൻ ഒജീവും വരച്ചിട്ട് ലൊക്കേറ്റ് ചെയ്യാം. അതുപോലെ നമുക്ക് മോഡിന്റെ എങ്ങനെയാണ് ലൊക്കേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റുക? ഒജീവ് തന്നിട്ടുണ്ട്, ഹിസ്റ്റോഗ്രാം, പൈ ഡയഗ്രാം, ഫ്രീക്വൻസി പോളിഗൺ. ഇതിൽ ഏതാണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ? ഒജീവ് അല്ല. ബിക്കോസ് ഒജീവ് യൂസ് ചെയ്തിട്ട് നമ്മൾ ലൊക്കേറ്റ് ചെയ്യുന്നത് മീഡിയൻ ആണ്. ആൻഡ് പൈ ഡയഗ്രാം യൂസ് ചെയ്തിട്ട് നമുക്ക് ഒന്നും ലൊക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റൂല. ഫ്രീക്വൻസി പോളിഗനും അല്ല. എന്താണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ? ഹിസ്റ്റോഗ്രാം ആണ്. അപ്പൊ നമുക്ക് ഒജീവ് ലൊക്കേറ്റ് ചെയ്യാൻ പറ്റുക ഏത് യൂസ് ചെയ്തുകൊണ്ടാണ്? ഹിസ്റ്റോഗ്രാം യൂസ് ചെയ്തുകൊണ്ടാണ് നമുക്ക് ഒജീവ് ലൊക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുക. എന്താണ് ഹിസ്റ്റോഗ്രാം എന്ന് പറയുന്നത്? ബാർസ് ഒക്കെ അഡ്ജഷൻസ് ആയിരിക്കും. ഓക്കെ, അടുത്തടുത്തായിരിക്കും നമ്മുടെ ബാറുകൾ ഉണ്ടാവുക. അങ്ങനത്തെ ഒരു ഡയഗ്രത്തിനാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ഹിസ്റ്റോഗ്രാം എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. മീഡിയൻ ഓഫ് ദ സീരീസ്, നമുക്കൊരു സീരീസ് തന്നിട്ടുണ്ട് 2, 8, 7, 4, 3. ഈ 5 വാല്യൂസ് വരുന്ന സീരീസ് ആണ് തന്നിട്ടുള്ളത്. ഇതിൽ മീഡിയൻ ഏതാന്നുള്ളതാണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, സോ മീഡിയൻ എന്ന് പറഞ്ഞാൽ മിഡിൽ വരുന്നതാണ്. അതിനാണ് നമ്മൾ മീഡിയൻ എന്ന് പറയുന്നത്. സോ നമുക്ക് ഇങ്ങനെ ഒരു ഡാറ്റ കിട്ടിക്കഴിഞ്ഞാൽ ആദ്യം നമ്മൾ അതിനെ എന്താക്കാം? അസെൻഡിങ് ഓർഡറിൽ അല്ലെങ്കിൽ ഡിസെൻഡിങ് ഓർഡറിൽ ആക്കിയിട്ട് മാറ്റാം. സോ നമ്മൾ 2, 3, 4, 7, 8 നമ്മൾ അതിനെ ചെറുതിൽ നിന്ന് വലുതിലേക്കായിട്ട് മാറ്റി. ഇനി ഇതിൽ മിഡിൽ വരുന്നത് ഏതാ നോക്കാം. അതിൽ 4 ആണ് മിഡിൽ വരുന്നത് അല്ലേ. സോ 4 ആണ് നമ്മുടെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. 4 ആണ് നമ്മുടെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. ഓക്കെ, സോ മീഡിയൻ എന്ന് പറയുന്നത് ഏതാണ്? 4 ആണ്. ഈസി ആയിട്ട് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റൂ അല്ലേ. ഓക്കെ, സോ നമ്മളിപ്പോൾ ഒരു 20ഓളം ക്വസ്റ്റ്യൻസ് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് നമ്മുടെ ഫസ്റ്റ് ഉള്ള ഒരു 10 മാർക്ക് നമുക്ക് കിട്ടാന്ന് പറയുന്നത്. ഓക്കെ, സോ ഒരുപാട് ക്വസ്റ്റ്യൻസ് നമ്മൾ ഡിസ്കസ് ചെയ്ത്. സോ ഈ ഒരു ക്വസ്റ്റ്യൻസ് ഒക്കെ നിങ്ങൾ പഠിച്ചു വെക്കാം. ഓക്കെ, നമ്മൾ ഒരിക്കലും MCQസിനെ എന്താക്കരുത്? സില്ലി ആയിട്ട് കാണരുത്. കാരണം തെറ്റി കഴിഞ്ഞാൽ നമുക്ക് 10 മാർക്ക്. ഒരു ക്വസ്റ്റ്യൻ തെറ്റിയാൽ നമുക്ക് 1 മാർക്കാണ് പോണത്. അങ്ങനെ 10 ക്വസ്റ്റ്യനും തെറ്റാണെന്നുണ്ടെങ്കിലോ 10 മാർക്ക് അവിടെ തന്നെ പോയില്ലേ. സോ ആ ഒരു 10 മാർക്ക് ഇപ്പൊ നമ്മൾ ഉറപ്പാക്കിയിട്ടുണ്ട് എന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പൊ എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ്. എക്സാം ഒക്കെ നല്ല അടിപൊളിയായിട്ട് ചെയ്താ. ഓക്കെ, so thank you for watching. Tata.